ചാവറയച്ചനെയും എവുപ്രാസിയമ്മയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഈ മാസം 23-ന് വത്തിക്കാനിൽ നടക്കും. കർമ്മലീത്ത സഭയുടെ പിതാവും പുത്രിയും ഒരേ ദിനത്തിൽ തന്നെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ ആഹ്ലാദത്തിലാണ് തൃശൂരിലെ ഒല്ലൂർ ദേശം. എവുപ്രാസിയമ്മയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ഒല്ലൂർ മഠത്തിലെ കപ്പളയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം തുടരുകയാണ്. മധ്യസ്ഥതയിലൂടെ രോഗശാന്തി പകർന്ന എവുപ്രാസിയമ്മയുടെ തിരുശേഷിപ്പ് തൊട്ടു വണങ്ങാൻ ഒല്ലൂരിലെ കബറിടത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. ഒല്ലൂരിന്റെ അമ്മ കാത്തോലിക്ക സമൂഹത്തിന്റെ വിശുദ്ധ പരിവേഷത്തിലേക്ക് ഉയരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. സെന്റ് മേരീസ് മഠത്തിലെ സന്യാസിനി സമൂഹത്തിനും ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ഈ ഭൗരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തവും ഈ രൂപതയുടെ സ്വന്തവും നാട്ടുകാരൻ്റെ സ്വന്തവുമായിട്ടുള്ള ഒരാളാണ് എവുപ്രാസിയമ്മ. കാരണം ആദ്യം വന്ന 7 പേരിൽ ഒരാളാണ് എവുപ്രാസിയമ്മ. 1877 ഒക്ടോബർ 17 ഇരിങ്ങാലക്കുട കാട്ടൂരിലാണ് എവുപ്രാസിയമ്മയുടെ ജനനം. 1896 മുതൽ ആരംഭിച്ച ആത്മീയ ജീവിതത്തിന്റെ ഏറിയ പാടും ഒല്ലൂർ ദേശത്തെ തൊട്ടറിഞ്ഞായിരുന്നു. 75-ാം വയസ്സിൽ ദിവംഗതയാകുന്നതുവരെയും പ്രാർത്ഥനാ സമർപ്പണം തുടർന്നു എവുപ്രാസിയ. ഈ മാസം 23-ന് നടക്കുന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിന് സാക്ഷിയാകാൻ സന്യാസികളും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് വത്തിക്കാനിലേക്ക് പോകുന്നത്. വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ ഒല്ലൂരിലെ കപ്പേളയിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും. കാർമലിത്ത സഭയുടെ സ്ഥാപകനായിരുന്ന ചാവറയച്ചൻ, ആ സന്യാസി സമൂഹത്തിൽ അംഗമായിരുന്ന എവുപ്രാസിയമ്മ, ഇരുവരും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയരുമ്പോൾ ഭാരത കാത്തോലിക്ക സഭയ്ക്ക് അത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. എവുപ്രാസിയമ്മയുടെ കബറിടത്തിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.